സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിൽ പോവുകയാണ്. രാത്രിയിലാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഇനി കൃപയെ രക്ഷിക്കാനായിട്ട് നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. എങ്ങനെയെങ്കിലും കൃപയെ രക്ഷിക്കണം. പാവം കൃഷ് സാറും സാഗർ സാറും സുജാത മാഡവും എല്ലാവരും സങ്കടത്തിലായിരിക്കുകയാണ്. എന്തായാലും കൃപ എന്ന് പറയുന്ന കുട്ടി ഇത്രയേറെ സമ്പത്തുണ്ടായിട്ടും എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ് അവളെ പെരുമാറുന്നത്. അതുകൊണ്ട് കൃപയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവളെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേസമയം സാഗറും സുജയും ഹോസ്പിറ്റലാണ് കേട്ടോ. അവരെന്തോ ഒരു വാർത്ത കേട്ട് സങ്കടത്തോടെ കാണിക്കുകയാണ്. അതിലുപരി നമ്മളുടെ മോള് എന്ന് പറഞ്ഞ് സുജയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്തോ ഒരു ദുരന്തം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും തീർച്ചയാണ്. കാരണം അത്രമാത്രം അവർ വിഷമിക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം ക്ലീറ്റസ് ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ബലരാമനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ബാലുവിനാണ് ഇപ്പോഴാണ് കേട്ടോ ആശ്വാസമാകുന്നത്. അയാൾ വീൽ ചെയറിലാകാൻ കാരണക്കാരൻ അത് സാഗറാണ്. അതുകൊണ്ട് അവൻ്റെ മകളെയും ഇതുപോലെ ഇരുത്തും എന്നാണ് അയാൾ മനസ്സിൽ വിചാരിക്കുന്നത്. അതേസമയം അയാളുടെ മനസ്സറിഞ്ഞ് സുമിത്ര പറയുന്നുണ്ട്, നോക്കിക്കോ, ഇനി അവൾ കുറേ ദിവസം ICUവിലും അതിനുശേഷം വെന്റിലേറ്ററിലുമായിട്ട് ജീവിതം തള്ളിക്കൊണ്ടു പോകും. അത് കഴിഞ്ഞ് അതിങ്ങനെ അവൾ മരിക്കും. ഇതിനിടയ്ക്ക് ഒരു രംഗം കാണിക്കുന്നുണ്ട്. അതിങ്ങനെ ബലരാമനാണെങ്കിൽ കൃപയുടെ ഫോട്ടോ വീട്ടുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ കൃഷ്ണൻ്റെ ഫോട്ടോയുണ്ട്. ബലരാമൻ പാവമാണ്. സത്യത്തിൽ ബലരാമൻ സാഗറിൻ്റെ മകനാണ് എന്ന് സത്യം ബലരാമനോ സാഗറിനോ അറിയില്ല. അത് പക്ഷേ സുമിത്രയ്ക്കറിയാം. സുമിത്ര പറയുന്നുണ്ട്, അവനിങ്ങനെ ഓരോരുത്തരെയായിട്ട് കൊല്ലട്ടെ, അവസാനം അവൻ്റെ അച്ഛനെയും കൊല്ലണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ആരുടെ മകനാണെന്ന് പറയുക. അതോടെ അവൻ്റെ ഹൃദയവും തകരും. ആ വീട്ടിൽ ആരും ശേഷിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം കൺമണിയാണെങ്കിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൃഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കൃഷ് ആണെങ്കിൽ അവിടെ നിന്ന് കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പരീക്ഷണമാണെന്നാണ് പറയുന്നത്. ഇതെന്ത് പരീക്ഷണം? പാവം എൻ്റെ അനിയത്തി കുട്ടി, പാവം എൻ്റെ കുട്ടി, അവൾ എന്ന് പറഞ്ഞുകൊണ്ട് അവളോടൊപ്പം ചെല്ലാൻ. എന്നിട്ട് ഞാൻ അനുസരിച്ചില്ല. ഞാൻ കൂടെ പോയിരുന്നെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയും കുറേയധികം കർപ്പൂരമൊക്കെ കത്തിച്ച് കയ്യിൽ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാൾ അവിടെ കിടന്ന് അലറി വിളിച്ച് കരയും. എനിക്ക് എൻ്റെ അനിയത്തിയെ തിരികെ വേണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം കൺമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കൺമണിയെ കാണുമ്പോൾ അയാൾ വിങ്ങി പൊട്ടുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്തോ ഒരു വലിയ ബന്ധമുണ്ട്. അതായത് ഭാര്യ ഭർത്താവ് എന്നതിലുപരിയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൃഷ് കൺമണിയെ കെട്ടിപ്പിടിക്കുന്നു, കൺമണി തിരിച്ചും കെട്ടിപ്പിടിക്കും. രണ്ടുപേരും കെട്ടിപ്പുണർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇതേസമയം കൃഷ് കരയാണ്, കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടേക്ക് ആ സമയം വരുൺ വരികയാണെങ്കിൽ അവരുടെ കല്യാണം മുടങ്ങും. എന്തായാലും കൃഷും കൺമണിയും ഒന്നിക്കട്ടെ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്